സുഹൃത്തുക്കളെ രാവിലെ ഏകദേശം 7:10 ആയിട്ടുള്ളൂ. ഈ സമയത്ത് ആരും ലൈവിലുണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് കരുതുന്നു. ഇത് ലൈവായിട്ടല്ലെങ്കിലും പിന്നീട് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു തോന്നല്, എനിക്ക് നടൻ ജോയി മാത്യുവിനെ വിളിക്കണം. ഇപ്പൊ അമ്മയുടെ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച് വിജയിച്ച ആളാണ്. അമ്മ അറിയാൻ എന്ന സിനിമയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. അമ്മ അറിയാൻ എന്ന സിനിമ നമുക്കറിയാലോ, ജോൺ അബ്രഹാമിന്റെ സിനിമയാണ്. ക്ലാസിക് സിനിമയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കടന്നു വന്നിട്ടുള്ള സിനിമയാണ്. ഒഡേസ ഫിലിം സൊസൈറ്റി നിർമ്മിച്ച സിനിമയാണത്. അപ്പം ആ സിനിമയെ കാണുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സിനിമയോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കാണുമല്ലോ. തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ കാണുക, പിന്നെ അവിടെ പോയിട്ട് റിവ്യൂ കൊടുക്കുക, ടീം പോയി മറ്റേ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് വളരെ ചെറുപ്പം തൊട്ടേ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ജോയി മാത്യുവിനോടൊന്ന് പരിചയപ്പെടണം എന്നിട്ട് പരിചയപ്പെടാന്ന് പറഞ്ഞാൽ ജോയി മാത്യുവേട്ടനായിട്ട് ഒരു 14 വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നത് 2010 തോന്നുന്നു, ഖത്തറിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു വേദി പങ്കെടുത്തിരുന്നു ഒരു പരിപാടിയിൽ. പുള്ളി അന്ന് അമൃത ടിവിയുടെ മിഡിൽ ഈസ്റ്റ് ഹെഡാണ്. അപ്പൊ അമൃത ടിവിയുടെ ഖത്തറിലെ ചാർജുള്ള ആള് പ്രദീപ് മേനോൻ, പുള്ളി ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. അന്ന് ആ പരിപാടിയിൽ പുള്ളി മുഖ്യ അതിഥിയാണ്. ഞാനൊരു മുഖ്യ പ്രഭാഷകനാണ്. അന്ന് ഞാൻ ഏത് സ്ഥലത്ത് പോയാലും മുഖ്യ പ്രഭാഷകനാണ്. അങ്ങനെ കാലത്തായിരുന്നു. ഇപ്പൊ 5 വയസ്സിക്ക് വിലയില്ലെങ്കിലും അന്ന് അങ്ങനെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ 2010 തൊട്ട് ഏകദേശം 2014 വരെയുള്ള കാലഘട്ടത്തിനകത്ത് പല സമയത്തും എല്ലാ സംഘടനകളുടെയും പരിപാടികൾക്കകത്ത് പ്രഭാഷകനായിട്ട് നമ്മളെ വിളിക്കുക, മുഖ്യ പ്രഭാഷകനായിട്ട്. അതുകൊണ്ട് ഒരുപാട് പേരുടെ കൂടെ വേദി പങ്കിടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയും വേദി പങ്കിട്ടു. അപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് ജോയിയോട് സംസാരിക്കാൻ തോന്നി. അന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ ഖത്തറിൽ സംസാരിച്ചപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. പുറത്തിറങ്ങിയിട്ട് ആ ബിൽഡിങ്ങിന്റെ ഇറയത്ത് നിന്നിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല, FCCയിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിന്റെ ജമാഅത്തിന്റെ സംഘടനയാണ്. അവരുടെ ഒരു സ്ഥാപനമാണ്. അതിന്റെ ഇറയത്ത് നിന്നിട്ട് അവരുടെ പഴയ ഓഫീസ് എന്ന് പറഞ്ഞാൽ ദുബായിക്കടുത്തവിടെ, എനിക്കിപ്പോ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അവിടെ ഞങ്ങൾ ഇരുന്നിട്ട് ഒരുപാട് മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. ഞാനും ജോയിയേട്ടനും ഈ പ്രതിഭേട്ടനും ഉണ്ട് കൂടെ. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് കിട്ടണമെന്ന് കരുതിയിരുന്നു. പ്രദീപൻ മേനോനെ വിളിക്കാൻ നോക്കുമ്പോൾ മൂപ്പര നമ്പർ ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല. പ്രതിഭേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട് എനിക്ക് വാട്സപ്പിൽ, പക്ഷെ സേവ് ചെയ്തിട്ടില്ല. അത് കൺഫ്യൂസഡായി. ഞാൻ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചു. ഓൺലൈൻ മാധ്യമപ്രവർത്തന രംഗത്തെ അധികായനായ ഒരു വ്യക്തിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ജോയി മാത്യുവായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ജോയിയുടെ ഒരു നമ്പർ ഒന്ന് എനിക്ക് തരുമോ? നമ്പർ തന്നു. എന്നിട്ട് അതിന്റെ കൂടെ ഒരു വോയിസ് മെസ്സേജും എനിക്ക് അയച്ചു. വാട്സപ്പിലാണ് എല്ലാം പരിപാടി. കാരണം പുള്ളിയായിട്ട് ഞാൻ ഫോണിൽ അങ്ങനെ സംസാരിക്കാറില്ല. പുള്ളിയും എപ്പോഴും എടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലും ആവില്ല. അതുകൊണ്ട് നമ്മൾ വാട്സപ്പിലാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ നടക്കാറുള്ളത്. പുള്ളി പറഞ്ഞു, രാജ ഞാനാ തന്നതെന്നുള്ളത് പറയരുത് എന്നാണ്. ഓക്കെ, ഇല്ല പറയില്ല ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ജോയി മാത്യുവിനെ വിളിച്ചു ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:11 മണിക്കാ വിളിച്ചു. ഞാൻ പറഞ്ഞു, ജോയിയേട്ടാ ബുദ്ധിമുട്ടാണോ, സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ്, ഒരു ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഏതാ മീഡിയ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്മാർട്ട് പിക്സ് എന്ന് പറഞ്ഞ മീഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പേരെന്താ? ഞാൻ പറഞ്ഞു, എന്റെ പേര് രാജൻ ജോസഫ്. എടാ, നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങള്, ഞാനും സംവിധായകൻ ജോണി ആന്റണിയും കൂടെ നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം എത്രത്തോളം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ ഒന്നുമല്ലാത്ത, ഈ ഭൂമിയിലൊന്നുമല്ലാത്ത പുഴുവിനെ പോലെ ജീവിക്കുന്ന എന്നെ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള, അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്ത് അറിയപ്പെട്ട രീതിയിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ജോയി മാത്യു ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവണേ, രാജജോസ് എന്നുള്ള പേര് റെക്കഗ്നൈസ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവണേ ഒരു സന്തോഷമൊക്കെ ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനൊന്നും അല്ലല്ലോ എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷെ
ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തെ തന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സഹോദരങ്ങളോട് എൻ്റെ എന്താ പറയുക എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് പങ്കുവെക്കാമെന്ന് കരുതുന്നേ ഉള്ളൂ. അല്ലാതെ എന്തില്ല, ഞാൻ തളർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഞാൻ നോക്കി ഒരു കോള് വന്നതിനിടയ്ക്ക്, അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷെ ഞാൻ പിന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തതേ ഉള്ളൂ. പറഞ്ഞു വന്നത് അതുമാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് എന്നോട് പറഞ്ഞു, പിന്നെ ഈ ജോയേട്ടനോട് പറഞ്ഞു, പിന്നെ നിന്റെ സ്റ്റോറീസ് എല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, നിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചിയിൽ പിന്നെ ഇനി വരുമ്പോൾ വിളിക്ക്, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ താമസിക്കാം, പിന്നെ അതിനുള്ള സൗകര്യമുണ്ട്, താമസിക്കുന്നൊന്നുമില്ല, പക്ഷെ നിന്റെ കൂടെ ഞാൻ ഒരു ദിവസം കാണും എന്ന് പറഞ്ഞു. അതുമല്ല, ജോയേട്ടൻ എന്തൊരു വർത്താനത്തിനകത്തെന്ന് അറിയാം, ഒരു മലബാർ ഭാഷയാ. ഇജ് ടെൻഷൻ ആവുന്നു വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നേ, നമുക്ക് ഒരു ദിവസം കാണാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയണത്. ഈ മലബാർ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് അല്ല, മറ്റുള്ള ഭാഷ മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ കംഫർട്ടബിൾ സോൺ, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളൊരു ഭാഷയുണ്ടല്ലോ, അനക്കെന്താ വേണ്ടത്, ഇജ്ജത്താ കാട്ടണെന്നൊക്കെ ചോദിക്കുന്ന ഇതിന് സുഖമുണ്ട്. അത് പിന്നെ അത് എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്കും ഉണ്ടാവും. അവനവന്റെ പിന്നെ ആ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിനകത്തൊരു കംഫർട്ടബിൾ സോൺ ഉണ്ട് അതിനകത്ത്. അതിപ്പോൾ കോട്ടയത്തുകാർക്ക് അവരുടേതായിട്ടുള്ള രീതി ഉണ്ടാവും, തിരുവനന്തപുരത്തുകാർക്ക് അവരുടേതായിട്ടുള്ള രീതി ഉണ്ടാവും. ഇപ്പൊ സുരാജ് ബഞ്ഞാറമൂടിന്റെ പിന്നെ മിക്രിലൊക്കെ വരുന്ന പോലെ ഈ ഒരു കംഫർട്ടബിൾ സോൺ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തു. എന്റെ ജോയിമാത്തിലുള്ള ഞാൻ ജോണി ആന്റണി ഉണ്ട്. ഈ ജോണി ആന്റണി എന്ന് പറയുന്ന ആള് അറിയാലോ, നമുക്ക് താപ്പാന സിനിമ വരെ എടുത്തിട്ടുള്ള ആളാ. ഈ താപ്പാന സിനിമ ഒരുപാട് സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണ് ജോണി ആന്റണി. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഞാനോട് സംസാരിക്കുന്നത്. പക്ഷെ ഒരുപാട് സമയം സംസാരിച്ചു. പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാന്നുകൊണ്ട് വെച്ചു. പക്ഷെ അതിന്റെ ജോണി ആന്റണിയെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള, ജോണി ആന്റണിയുടെ താപ്പാന സിനിമയ്ക്കകത്ത് സംഗീത സംവിധാനം ഗാനരചന നിർവഹിച്ചിട്ടുള്ള ആള് അനിൽ പിന്നെ പനച്ചുരാനാണ്. ഈ അനിലേട്ടനുമായിട്ടുള്ള ബന്ധവും എനിക്കുണ്ട്. ഞാൻ അപ്പൊ ആലോചിച്ചു, 2010 തുടക്കത്തിൽ, അതോ 2009 എൻഡിലാണോ എനിക്കറിയില്ല, ഖത്തറിലൊരു പരിപാടിക്ക് അനിൽ പനച്ചുരാനെ കൊണ്ടുവന്നു. അപ്പൊ ഈ ഗസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊതുവെയുള്ള ഈ സംഘടനകളുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവരെ ഗെറ്റ് ടുഗദർ വെക്കും, ഇവർക്ക് ഫോട്ടോ എടുക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് ഫോട്ടോ എടുക്കണം, ഇങ്ങനെ ഈ പുളിച്ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരിക. അങ്ങനെ ഈ അനിൽ പനച്ചുരാനെ കൊണ്ടുവന്നപ്പം പിന്നെ ഇപ്പൊ മരിച്ചുപോയി റഫീഖ് വടക്കേക്കാട്. റഫീഖ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായിരുന്നു. റഫീഖ തൃശ്ശൂർക്കാരനാണ്. റഫീഖ എന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പിന്നെ വിളിച്ച സമയത്ത് എനിക്ക് എന്നെ പിന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. പിന്നെ എന്റെ സുഹൃത്ത് പിന്നെ പ്രവീണിനെ വിളിച്ചു. പ്രവീൺ ഞാൻ റൂംമേറ്റ്സ് ആയിട്ട് ഒരുപാട് കാലമായിട്ട് നിന്നിട്ടുള്ളതാണ്. 2-3 റൂമുകളിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത്. അവന് ഞാൻ തമ്മിൽ, കാരണം എന്ന് വെച്ചാൽ അവനാണ് ഇപ്പൊ ജേർണലിസ്റ്റ്, PR ദ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് നടത്തുന്നത്, CPM അനുകൂലമായിട്ടുള്ള പേജ് നടത്തുന്നത്. അവന്റെ പെങ്ങളാണ്, അനിയത്തിയാണ് PR പ്രവീണ, ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രവീണും ഞാൻ തമ്മിലുള്ള ബന്ധത്തിന്റെ പിന്നെ ഒരാഴമുണ്ട്. ഈ റഫീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ജ്യേഷ്ഠ സഹോദരനാണ്. റഫീഖ എല്ലാ ആഴ്ചയും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും. പുള്ളിയുടെ വൈഫിനെ കൊണ്ടുവന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ വീട്ടിൽ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങൾ രണ്ടുപേരെയും പുള്ളി വന്ന് പിക്ക് ചെയ്യും, എന്നിട്ട് കൊണ്ടുപോകും. വേറെ പിന്നെ ആളുള്ള മനുഷ്യനായിരുന്നു, നല്ല റേഞ്ചുള്ള മനുഷ്യൻ. എനിക്ക് ഖത്തറിലെ ഏറ്റവും വലിയ എന്താ പറയാ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാൻ പറ്റുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ പ്രദീപ് മേനോനെ പോലെ തന്നെ റഫീഖയും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. റഫീഖ ഈ ഞാനിപ്പോ എന്താ റഫീഖയെ കുറിച്ച് പറഞ്ഞേ, അവിടെ തന്നെ കള്ളു കുടിച്ചിട്ടില്ല, അതിന്റെ തല എന്തോ വൈകാരികമായിട്ട് കൈവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. റഫീഖയാണ് അനിൽ പനച്ചുരാന്റെ പരിപാടിക്ക് എന്നെ കൊണ്ടുവന്നത്. പ്രവീണിനെ കൊണ്ടുവന്നു, എല്ലാവരും കൂടെ കൊണ്ടുവന്നു. പ്രവീണും മീഡിയ പ്രവർത്തകനാണ്, റഫീഖ മീഡിയ പ്രവർത്തകനാണ്. ഞാനിതൊന്നുമല്ല, ഞാൻ വേറെ ഒരു പിന്നെ ഇംഗ്ലീഷ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. റഫീഖ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോ പിന്നെ അന്നത്തെ KMCCയുടെ സംസ്ഥാന പ്രസിഡന്റ് FM ബഷീർ അവിടെയുണ്ട്. KMCC എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഗൾഫിലുള്ള മുസ്ലിം ലീഗിന്റെ സംഘടന. അപ്പൊ അവിടെ നിന്ന് പിന്നെ അവസാനം മദ്യ സൽക്കാരം ഒരുക്കുന്നു. അപ്പൊ റഫീഖ മദ്യം കഴിക്കുന്നില്ല, മാറി നിൽക്കുന്നു. പിന്നെ SM ബഷീർ KMCCയിലെ പുള്ളിയും മദ്യം കഴിക്കുന്നില്ല, പുള്ളിയും മാറി നിൽക്കുന്നു. എല്ലാവരും ചുറ്റും ഇരിക്കുന്നുണ്ട്.
പരശുരാനും ഞാനും അങ്ങനെ 3-4 പേര് കൂടി കള്ളുകൂടി തുടങ്ങി. ഞങ്ങൾ വെള്ളം അടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ പരശുരാൻ അങ്ങ് തലയ്ക്ക് പിടിച്ചുപോയി. പനശൂരാനെ ഞാനാണെങ്കിൽ ഡിബേറ്റിനകത്ത് അങ്ങ് തോപ്പിക്കുകയും ചെയ്തു. അഹങ്കാരത്തോടുകൂടി പറയല്ല, പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ റിലവന്റ് അല്ല എന്നുള്ളത് പുള്ളി അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പനശൂരാൻ പറഞ്ഞു എന്നെ കെട്ടിപ്പിടിക്കുക, ഇവനെയും കൊണ്ട് ഞാൻ നാട്ടിൽ പോവുക, ഇവനെയും കൊണ്ട് ഞാൻ നാട്ടിൽ പോകാന്ന്. ഇവിടെ ഈ പിന്നെ പുള്ളിക്ക് സദ്യയൊക്കെ ഒരുക്കി അച്ചായന്മാര് മുഴുവൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. പുള്ളിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, പുള്ളി ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് പോയിട്ട് എന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. അതിനാണ് ഇവർ ഈ ലക്ഷങ്ങളും മുടക്കിയിട്ട് പരിപാടി നടത്തിയത്. ഇതങ്ങ് കുളായി, ഒരു രക്ഷയില്ല. പനശൂരാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കും, ഉമ്മ വരും. പനശൂരാൻ പിന്നെ പുള്ളിയെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ചു. പുള്ളിയുടെ സിനിമയ്ക്കകത്ത് പിന്നെ ഉള്ള ആ പാട്ടുകളെല്ലാം പുള്ളിയെ കൊണ്ട് പാടിപ്പിച്ചു. മരിച്ചുപോയി. സങ്കടമുണ്ട്, എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒറ്റ ദിവസത്തെ അനുഭവമേ ഉള്ളൂ. പക്ഷെ എന്നാൽ തന്നെ എനിക്ക് പിന്നെ ഭയങ്കരമായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അനിൽ പനശൂരാനോട്. മനുഷ്യരെങ്ങനെയാ കാണുന്നത്? അനിൽ പനശൂരാന്റെ ഓർമ്മകൾ എന്റെ മനസ്സിനകത്ത് ഇപ്പോഴും പിന്നെ ഒരു വിങ്ങലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിങ്ങലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് മനുഷ്യൻ മരിച്ചുകൊണ്ട്. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഒരു നെരിപ്പോട് കത്തിച്ചുകൊണ്ട് പോകാൻ കഴിയണം. അല്ലാതെ അവൻ ചത്തത് നന്നായി എന്ന് എല്ലാവരും പറയുന്ന അവസ്ഥയിൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? രാവിലെയാണ് അതിരാവിലെയാണ് ഞാനിങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ടെന്നുള്ള എനിക്കറിയാം. ഞാൻ പറഞ്ഞൊന്ന് പിന്നെ അത് മാത്രമല്ല, ജോണി ആന്റണിയുടെ വേറെ 1-2 സിനിമകൾ സംവിധാനം ചെയ്തത് നിർമ്മിച്ചത് ജോബി ചേട്ടനാണെന്നാണ് ഞാൻ വിക്കിപീഡിയ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത്. ജോബി ചേട്ടൻ എനിക്ക് പിന്നെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലും ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ്. നന്നായിട്ട് മലയാളം ഫിലിമിൽ ബ്ലാക്ക് മണി അല്ലാതെ വൈറ്റ് മണി നന്നായിട്ട് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ്. ഇപ്പൊ എന്താ വെച്ചാൽ എന്നെ ഇപ്പൊ അടുത്ത ദിവസങ്ങളൊന്നും വിളിച്ചിട്ടില്ല, കുറച്ചു കാലമായിട്ട് വിളിച്ചിട്ടില്ല. കാരണം മമ്മൂട്ടിക്കെതിരെ നിരന്തരമായിട്ട് സ്റ്റോറി ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്ന് കരുതുന്നു. എന്തായാലും എനിക്ക് പുള്ളിയുടെ വിരോധമൊന്നുമില്ല. ജോബി ജോർജ്. അപ്പൊ പിന്നെ ജോബിച്ചാൻ പിന്നെ ഒരു പ്രാവശ്യം കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഡ്രൈവറെ വിട്ടിട്ട് എറണാകുളത്ത് നിന്ന് എന്നെ പിക്ക് ചെയ്ത് കോട്ടയത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ സംസാരിക്കുകയും പിന്നെ തിരിച്ചെന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള അത്രയും പിന്നെ നല്ല ഒരു വിശാലമായിട്ടുള്ള മനസ്സുള്ള ആൾ തന്നെയാണ്. അതൊക്കെ വേറെ കാര്യം. പറഞ്ഞു വന്നതിന് വീണ്ടും ഇതിലേക്ക് ജോയ് മാത്യു എന്ന മനുഷ്യന്റെ ഒരു എന്താ പറയാ സിംപ്ലിസിറ്റി എന്താ പറയാ അങ്ങനെ പറയില്ലേ നമ്മള്, ആ ലാളിത്യം, ആ മനുഷ്യന്റെ ഒരു പിന്നെ ഗ്രേറ്റ്നെസ്, അത് തൊട്ടറിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്കെന്നായിരുന്നാലും വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇന്നലെ ജോയേട്ടനെ വിളിച്ച സമയത്ത് ജോയേട്ടൻ പറയാണ് ഈ പേര് പറഞ്ഞപ്പം, എടാ നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം എന്റെ വീഡിയോ കാണാൻ ആരെങ്കിലുമൊക്കെ ഈ ലോകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ കരുത്താണ് നൽകുന്നത്. മറ്റത് ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഞാനിങ്ങനെ തകർന്നടിഞ്ഞ് മാനസികമായിട്ട് തകർന്നടിച്ച് ഇടയ്ക്ക് വീഡിയോ ചെയ്യാതിരിക്കുക, 10-15 ദിവസം വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രചോദനം തന്നിട്ടുണ്ട് ജോയേട്ടന്റെ നമ്പർ തന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയില്ല. പക്ഷെ ജോയേട്ടനോട് ഞാൻ പറഞ്ഞു, ജോയേട്ടാ ഞാനൊരു പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ പേര് പറഞ്ഞോട്ടെ. എടാ എന്റെ പേരും പറയും, നീ പിന്നെ ജോണി ആന്റണിയുടെ പേരും പറയും, എന്റെ കൂടെ ജോണി ആന്റണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അറിയപ്പെടുന്ന സംവിധായകനാ ജോണി ആന്റണി, എത്രയോ സിനിമകൾ എടുത്തിട്ടുണ്ട്. അത് പറയാനുള്ള ഒരു ആർജവും ധൈര്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഖത്തറിലെ ഞങ്ങളെ പഴയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പിന്നെ അത്ര ചെറുതായിട്ട് ഷെയ്ഡായിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞു പിന്നെ ഇപ്പൊ ഈ താഴെ ഇറങ്ങിയെന്ന് സംസാരിച്ച ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് രാത്രി ഓർമ്മയില്ല എന്നോട് പറഞ്ഞു. ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, അതിന് മാത്രം ഞാനൊന്നും ആയിട്ടില്ലല്ലോ, ഞാനൊന്നും അല്ലല്ലോ. പക്ഷെ ജോയിയേട്ടനെ കാണിച്ചിട്ടുള്ള സൗഹാർദ്ദം, സ്നേഹം നിർത്തിക്കോട്ടെ. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു. പിന്നെ കുറച്ചും കൂടി 2 മിനിറ്റ് കൂടി സംസാരിച്ചാൽ ചിലപ്പോൾ അറിയാതെ കരഞ്ഞു പോകും.